എൻ ജീവനിൽ ഭാഗം 28. നാഗേന്ദ്രൻ കാണുന്നത് അവൻ കാണണമെന്ന് ഉള്ളത് മാത്രം. രാത്രി 11 മണിക്ക് സഞ്ജീവിന്റെ ഫോണിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ. ഓഫീസ് CCTV ലോക്ക്. നാഗേന്ദ്രൻ വീണ്ടും സെർവർ റൂമിൽ മുന്നിൽ. സഞ്ജീവ് വീഡിയോ നോക്കി. നീ വേഗം ചെല്ല്, അവൻ പതിയെ പറഞ്ഞുകൊണ്ട് ശ്രീദേവിനെ കാണിച്ചു കൊടുത്തു. ശ്രീദേവും ആ CCTV ഫുട്ടേജ് നോക്കി. അവൻ എന്തെങ്കിലും കണ്ടെത്തുമോ? അവൻ അന്വേഷിക്കുന്നത് ഒന്നും അവിടെ നിന്ന് കിട്ടില്ല, തെറ്റായ ഇൻഫർമേഷൻസ് അല്ലാതെ, സഞ്ജീവ് പറഞ്ഞു. ആ രാത്രി ശ്രീദേവിന് സഞ്ജീവിനോട് ചോദിച്ചു, ഈ നാഗേന്ദ്രയുടെ കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? സഞ്ജീവ് കുറച്ചു നിമിഷം നിശബ്ദമായി. പിന്നെ അവന്റെ കൈ പിടിച്ചു. ഇത് ബിസിനസ് യുദ്ധമല്ല, ഇത് വിശ്വാസത്തിന്റെ കാര്യമാണ്. അത് കേട്ട് ശ്രീദേവ് ചിരിച്ചു. അപ്പോ ഞാൻ കൂടെയുണ്ട്. അടുത്ത ദിവസം രാവിലെ നാഗേന്ദ്രന് ഒരു അനോണിമസ് മെയില്. സബ്ജക്റ്റ്, യു ആർ ലുക്കിംഗ് ഇൻ ദ റോങ് പ്ലേസ്. അകത്ത് ഒരു ലിങ്ക്. അവൻ തുറന്നു. ഒരു സ്ക്രീൻഷോട്ട്. ശ്രീദേവിന്റെ ഗ്രൂപ്പും മറ്റൊരു അന്താരാഷ്ട്ര കമ്പനിയും തമ്മിലുള്ള പ്രാഥമിക ചർച്ച നടത്തിയതിന്റെ ആയിരുന്നു. പക്ഷെ തീയതി പഴയതായിരുന്നു. അതുകൊണ്ട് സംശയത്തിൽ നാഗേന്ദ്രന്റെ കണ്ണുകൾ ചുരുങ്ങി. വാഗമണിന്റെ പ്രഭാതം വീണ്ടും മഞ്ഞിൽ മറഞ്ഞു. സൂര്യൻ മലയ്ക്ക് മുകളിൽ ഉയരുന്നത് നോക്കി സഞ്ജീവ് കാപ്പിക്കപ്പ് കയ്യിൽ പിടിച്ച് നിശബ്ദമായി നിന്നു. അവന്റെ മുഖത്ത് ശാന്തത. കാരണം ഇപ്പോൾ അവന്റെ കൂടെ അവന് ചുറ്റും കുറേയധികം ആളുകൾ ഉള്ളതുപോലെ അവന് തോന്നി. അതിന്റെ ഒരു ആശ്വാസവും അവനുണ്ടായിരുന്നു. റിസോർട്ടിന്റെ മുന്നിലെ തുറസായ ആ ഗാർഡൻ ഏരിയയിൽ ദക്ഷയും കൂട്ടരും വിശ്വവും ശ്രീകുട്ടിയും എല്ലാവരും ചേർന്ന് പ്രഭാത ഭംഗി ആസ്വദിച്ചുകൊണ്ട് കോഫിയും കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ചിരികൾ, സെൽഫികൾ എല്ലാം എടുത്തുകൊണ്ട് അവർ ഹാപ്പിയാണ്. കുറച്ച് മാറി നിന്ന സഞ്ജീവ് അവന്റെ കയ്യിലെ ഫോണിലേക്ക് ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. പിന്നെ ഫോൺ മാറ്റിവെച്ച് എന്തോ ആലോചനയിൽ ദൂരേക്ക് നോക്കി നിന്നു. സഞ്ജീവിന്റെ ഉള്ളിലൊരു അസ്വസ്ഥത. ഓഫീസിൽ നാഗേന്ദ്രൻ നടത്തുന്ന നീക്കങ്ങൾ അവന് റിയൽ ടൈമിൽ അറിയുന്നുണ്ടായിരുന്നു. സെർവർ ആക്സസ് ചെയ്യാൻ ഉള്ള ശ്രമങ്ങൾ, ക്യാബിനിൽ കയറാനുള്ള ശ്രമം, CCTV ദൃശ്യങ്ങൾ. വാഗമണ്ണിൽ ശരീരമുണ്ടെങ്കിലും മനസ്സ് നഗരത്തിലെ അവന്റെ ഓഫീസ് കെട്ടിടത്തിൽ ആയിരുന്നു. സഞ്ജുവേട്ടാ, ഇങ്ങോട്ടൊന്ന് വരാമോ? ഫോട്ടോ എടുക്കാനാണ്, ശ്രീകുട്ടി വിളിച്ചു. അവൻ അല്പം ചിരിച്ചു. പക്ഷേ അവൻ ചിരിച്ചതല്ലാതെ അങ്ങോട്ട് പോയില്ല. അന്ന് ശ്രീദേവിന് ഷൂട്ടുണ്ടായിരുന്നു. ശ്രീദേവിന്റെ ഷൂട്ടിംഗ് മലവഴിയിലെ മറുവശത്ത് ഒരു പരസ്യ ചിത്രീകരണം ആയിരുന്നു. ക്യാമറകൾ, ലൈറ്റുകൾ, ടെക്നീഷ്യന്മാർ, അവിടുത്തെ കേന്ദ്ര കഥാപാത്രമായി ശ്രീദേവ്. ബിസിനസ് ലോകത്തും മാധ്യമ ലോകത്തും ഒരുപോലെ സ്വാധീനമുള്ള വ്യക്തി. ഷോട്ട് കഴിഞ്ഞതും അവൻ അസിസ്റ്റന്റിനോട് ചോദിച്ചു, സഞ്ജീവ് വന്നിട്ടുണ്ടോ? സർ, റിസോർട്ടിലുണ്ട്, ഒറ്റയ്ക്കാണ്. ശ്രീദേവ് ഒരു നിമിഷം ചിന്തിച്ചു. വൈകുന്നേരം ഷൂട്ട് അവസാനിച്ചു. ശ്രീദേവ് നേരെ റിസോർട്ടിലേക്ക് പോയി. വരാന്തയിൽ നിന്നും താഴേക്ക് നോക്കുന്ന സഞ്ജീവിന്റെ അടുത്തേക്ക്. ഇവിടെ നിന്ന് ലോകം കാണാനാണോ വന്നത്? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സഞ്ജീവ് തിരിഞ്ഞു. ഏയ്, ഞാൻ ചില കാര്യങ്ങൾ ഓർക്കായിരുന്നു. നാഗേന്ദ്രൻ പരിശോധന നിർത്തിയിട്ടില്ല, കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. എന്താണെന്ന് ഒരു പിടിയുമില്ല. ഇനി അവന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞു വിളിച്ചത്, സഞ്ജീവ് പറഞ്ഞു. ശ്രീദേവ് അവന് നേരെ നിന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ശ്രീദേവിന്റെ കണ്ണുകൾ ചുരുങ്ങി. എന്താണ് അന്വേഷിക്കുന്നത് അവൻ? നിന്നെ, SRD ഗ്രൂപ്പ്, SS ഗ്രൂപ്പ്, ഇതാണ് അവന്റെ സംശയം. ഉറപ്പാണോ? ശ്രീദേവ് ചോദിച്ചു. നമ്മുടെ ഗ്രൂപ്പുമായി ഉള്ള കരാറുകൾ, സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫയലുകൾ. അവന് എന്തെങ്കിലും കിട്ടിയാൽ അവൻ അതോടൊപ്പം മുങ്ങും. അതാണ് അവന്റെ ആവശ്യവും, സഞ്ജീവ് പറഞ്ഞു. പക്ഷെ അവന് ഒന്നും കിട്ടില്ല, സഞ്ജീവ് ശാന്തമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അനുവദിച്ചാൽ മാത്രമേ എന്റെ ഓഫീസിൽ നിന്നും അവന് ഒരു ഫയലെങ്കിലും കിട്ടൂ. അപ്പൊ പിന്നെ പേടിക്കാനില്ലല്ലോ, ടെൻഷനും വേണ്ട. അപ്പോൾ നീ വാ, നീ ഇങ്ങനെ മാറി നിൽക്കല്ലേ, കൂട്ടത്തിൽ എല്ലാവരുടെയും കൂടെ നിൽക്ക്. എന്നാലല്ലേ നിന്റെ പ്രസൻസ് എല്ലാവർക്കും മനസ്സിലാവൂ. നിന്നിൽ നിന്നുള്ള അകൽച്ച അവർക്ക് മാറിക്കിട്ടു. കൂട്ടത്തിലേക്ക് വാ, ശ്രീദേവ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നീ കൂട്ടത്തിൽ ഇരിക്കണം ഈ പ്രാവശ്യം. സഞ്ജീവ് നിരസിച്ചില്ല. ദക്ഷയും വിശ്വവും സന്തോഷത്തോടെ സഞ്ജീവിനെ സ്വീകരിച്ചു. ഇപ്പോഴാണ് ഇവിടെ ഒരാളുടെ മുഖം തെളിഞ്ഞത്. ശ്രീകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിശ്വ പറഞ്ഞു. ചിരിയും സംഗീതവും നിറഞ്ഞ ആ സമയത്ത് സഞ്ജീവിന്റെ മുഖം ശാന്തമായി. റൂമിലെത്തിയ സഞ്ജീവിന്റെ അടുത്തേക്ക് ശ്രീദേവ് വന്നു. സഞ്ജീവ് ലാപ്ടോപ്പ് തുറന്നു. എൻക്രിപ്റ്റഡ് ഫയൽ. അകത്ത് നാഗേന്ദ്രന്റെ പഴയ സംശയാസ്പദമായ ഇടപാടുകളുടെ രേഖകൾ. വർഷങ്ങളായി അവൻ കൈവശം വച്ചിരുന്നെങ്കിലും ഒരിക്കലും ഉപയോഗിക്കാത്ത തെളിവുകൾ. ശ്രീദേവ് നോക്കി. ഇത് പുറത്തുവിട്ടാൽ കളി മാറും. ഇനി അതിനുള്ള സമയം അടുത്തിരിക്കുന്നു, സഞ്ജീവ് പതിയെ പറഞ്ഞു.
നാഗേന്ദ്രൻ അവന്റെ അച്ഛന്റെയും അവന്റെ വിശ്വസ്തരായ കുറച്ചു പേരെയും വിളിച്ചു. അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. കാര്യം ഇന്റേണൽ സ്ട്രാറ്റജിക് ക്ലാരിഫിക്കേഷൻ. എന്നാൽ അക്കാര്യം അപ്പോൾ തന്നെ സഞ്ജീവിന് സന്ദേശം ലഭിച്ചു. അവൻ ചിരിച്ചു. അവൻ കരുതുന്നത് അവൻ എന്റെ അടുത്ത് വരികയാണ് എന്നാണ്. പക്ഷെ അല്ല, ഞാനാണ് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്ന് അവൻ അറിയുന്നില്ല. വാഗമണ്ണിലെ മഞ്ഞ് പതുക്കെ മാറി തുടങ്ങി. മലകളുടെ ഇടയിൽ സൂര്യൻ ഉയർന്നു. വാഗമണ്ണിന്റെ പ്രഭാതം പതുക്കെ തെളിഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആ തെളിച്ചത്തേക്കാൾ മുമ്പ് രണ്ടുപേരുടെ മനസ്സിൽ വ്യക്തത തെളിഞ്ഞിരുന്നു. സഞ്ജീവിന്റെയും ശ്രീദേവിന്റെയും മനസ്സില്. ഇവിടെ രണ്ടുപേരുടെയും മനസ്സിലുള്ള പദ്ധതികളെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവർ ആരും അവരെ ശല്യം ചെയ്യാൻ നിന്നില്ല. ഇടയ്ക്ക് വിശ്വവും റോയും ശങ്കറും അഥർവും സായുജും വന്ന് സംസാരിക്കും. അത്രമാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. നാഗേന്ദ്രൻ തന്റെ മുറിയിൽ അച്ഛൻ അശോക് സിൻഹയോടൊപ്പം ഇരുന്നു. സഞ്ജീവ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല, അശോക് സിൻഹ ശാന്തമായി പറഞ്ഞു. അവന്റെ പിന്നിൽ ആളുകളുണ്ട്. അവന് ബിസിനസ് വേൾഡിലുള്ള എല്ലാവരെയും കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ രഹസ്യങ്ങളും അറിയാം, പ്രത്യേകിച്ച് ശ്രീദേവിനെ പറ്റി. നാഗേന്ദ്രന്റെ കണ്ണുകൾ കടുപ്പമായി. ശ്രീദേവിന്റെ ബിസിനസ് സാമ്രാജ്യം, SRD ഗ്രൂപ്പ്, SS ഗ്രൂപ്പ്, അതിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്രോതസ്, ബിസിനസ് ഗ്രൂപ്പുകളുമായിട്ടുള്ള ടൈപ്പ്, ഏതൊക്കെ ബിസിനസ് ഗ്രൂപ്പുകളുമായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്, പുതിയതായിട്ട് ചെയ്യാനിരിക്കുന്ന ബിസിനസ് ഏതൊക്കെ, വിദേശത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് ഗ്രൂപ്പുകൾ എല്ലാം ഈ സഞ്ജീവ് പ്രഭാകറിന് അറിയാം. അത് എനിക്കും അറിയണം. അറിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് ശ്രീദേവിനെ തകർക്കാൻ പറ്റും, അശോക് സിൻഹ പറഞ്ഞു. ശ്രീദേവിനെ കുറിച്ചുള്ള പഴയ വിവരങ്ങൾ എല്ലാം സഞ്ജീവിന്റെ അടുത്തുണ്ടെന്ന് ഉറപ്പ്. അവന്റെ കയ്യിലുള്ള ഫയലുകൾ പരിശോധിച്ചാലും അവന്റെ ഓഫീസ് പരിശോധിച്ചാൽ എന്തെങ്കിലും കിട്ടും. അതായിരുന്നു എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് സെർവർ റൂം വരെ ഞാൻ ചെന്നത്, ക്യാബിനുകൾ പരിശോധിച്ചത്, ഓരോ ഡിജിറ്റൽ ലോഗും പരിശോധിക്കാൻ ആളെ നിയോഗിച്ചത്. പക്ഷെ ഒന്നും കിട്ടിയില്ല. അവനെല്ലാം ബുദ്ധിപൂർവമായാണ് കളിക്കുന്നത്. ആർക്കും കിട്ടാത്ത അടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത അടുത്തായിരിക്കും അവൻ എല്ലാ രേഖകളും പൂഴ്ത്തി വെച്ചിരിക്കുന്നത്. എന്തായാലും അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ശ്രീദേവിനെയും സഞ്ജീവിനെയും ഒരുമിച്ച് തകർക്കാൻ പറ്റൂ. അവർ രണ്ടുപേരും ഇപ്പോൾ ശത്രുക്കളായതുകൊണ്ട് നമുക്ക് അവരെ എളുപ്പം തകർക്കാൻ പറ്റും. പക്ഷേ അവർ രണ്ടുപേരും ഒരുമിച്ച് കൂടിയാൽ ഒരിക്കലും നമുക്ക് അവരെ തകർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർക്കിടയിൽ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ജീവിനെയും ശ്രീദേവിനെയും തകർക്കുക, അവരുടെ ബിസിനസ് സാമ്രാജ്യം സ്വന്തമാക്കുക. അപ്പോൾ അതായിരുന്നു നാഗേന്ദ്ര സിൻഹയുടെയും അശോക് സിൻഹയുടെയും ചിന്തയും ലക്ഷ്യവും. റിസോർട്ടിന്റെ ബാൽക്കണിയിൽ സഞ്ജീവ് ഫോൺ സ്ക്രീൻ നോക്കി. സെർവർ ആക്സസ് ശ്രമങ്ങൾ, ഡാറ്റ പിങ് ലോഗുകൾ, നാഗേന്ദ്രന്റെ ആളുകൾ അന്വേഷിക്കുന്ന IP ട്രെയിലുകൾ, അതെല്ലാം കണ്ട് സഞ്ജീവ് ചിരിച്ചു. അവൻ കരുതുന്നത് നമ്മൾ അവനെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. നമ്മൾ രണ്ടുപേരും ശത്രുക്കളാണ്. അതുകൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാനും തമ്മിൽ തല്ലാനും മാത്രമാണ് ശ്രമിക്കുന്നത് എന്നാണ് അവന്റെ ചിന്ത. സഞ്ജീവ് പറഞ്ഞു. അത് നല്ലതാണ്, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോഴാണ് അവൻ തെറ്റുകൾ ആവർത്തിക്കൂ, ശ്രീദേവ് പറഞ്ഞു. താഴെ ഗാർഡനിൽ എല്ലാവരുടെയും കളിച്ചിരികൾ കേട്ടാണ് ശ്രീദേവ് ബാൽക്കണിയിൽ ചെന്ന് നോക്കിയത്. അവിടെ ദക്ഷയും കൂട്ടുകാരും കളിയുമൊക്കെയാണ്. അവരുടെ കൂടെ വിശ്വവും ശങ്കറും എല്ലാവരും ഉണ്ട്. മീനാക്ഷിയുടെയും സായുജിന്റെയും കുഞ്ഞിനെ കളിപ്പിക്കുകയും എടുക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇവിടെ നാം ആഘോഷിക്കുന്നു, അവിടെ അവൻ ബിസിനസ് തകർക്കാൻ ശ്രമിക്കുന്നു. ശ്രീദേവിന്റെ കണ്ണുകൾ തിളങ്ങി. കൊള്ളാം, അവൻ പതിയെ പറഞ്ഞു. അവൻ കരുതട്ടെ, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന്. അപ്പോഴാണ് അങ്ങോട്ട് വിശ്വ വന്നത്. എന്തായി, അവര് അച്ഛനെയും മകനെയും പൂട്ടാറായോ? നാഗേന്ദ്രനും അവന്റെ അച്ഛനും ഒരു കാര്യം മറക്കുന്നു, ഇത് രണ്ടുപേരുടെ ബിസിനസ് അല്ല, ഇത് രണ്ട് സാമ്രാജ്യങ്ങളാണെന്ന്. ശ്രീദേവ് പതിയെ ചിരിച്ചു. അവൻ കരുതുന്നത് നിങ്ങളെ പരസ്പരം തല്ലടിച്ച് തകർക്കാം എന്നാണ്. പക്ഷേ അവൻ അറിയില്ല, നിങ്ങളിപ്പോൾ അകന്നു നിൽക്കുന്ന ശക്തികളല്ല, ഒരുമിച്ച് നിൽക്കുന്ന ശക്തികളാണ് എന്ന് അവൻ അറിയുന്നില്ലല്ലോ. വിശ്വം കളിയോടെ പറഞ്ഞു. പലപ്പോഴും ഞാൻ അവനെ വെറുതെ വിട്ടത് അവൻ എന്റെ ഫാമിലിയിൽ പെട്ടതാണെന്ന് കരുതിയാണ്. പറയുമ്പോൾ അവന്റെ ശബ്ദത്തിൽ വേദനയുണ്ടായിരുന്നു. പുറത്തു പോയാൽ എന്റെ പേരും എന്റെ ഫാമിലി നെയിമും കളങ്കപ്പെടുമോ എന്ന് പല പ്രശ്നങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കുകയും ഞാനത് പ്രശ്നമാക്കാതെയും നിന്നത്. സഞ്ജീവ് ശ്രീദേവ് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു. പക്ഷെ ശ്രീദേവ് വാക്കുകൾ നിർത്തി. കണ്ണുകളിൽ ഉറച്ച തീരുമാനം. ഇനി വെറുതെ വിടാൻ പറ്റില്ല. അവന്റെ പിന്നിൽ അശോക് സിൻഹയുണ്ട്. അയാളുടെ ബലവും ബന്ധവും, അതുകൊണ്ടാണ് അവൻ ഇത്ര ദൂരം പോകുന്നത്. ശ്രീദേവ് തല കുനിച്ചു. മറ്റുള്ളവരുടെ സമ്പാദ്യം തട്ടിയെടുക്കാനുള്ള ആഗ്രഹം അവന്റെ അച്ഛന്റെ പാരമ്പര്യമാണ്, ശ്രീദേവ് പറഞ്ഞു.
തിരിച്ചുള്ള നമ്മുടെ പോക്ക് അവന്റെ നാശത്തിനായിരിക്കണം. സഞ്ജീവും പറഞ്ഞു. ശ്രീദേവ് അവനെ നോക്കി. നാശം? ആ ബിസിനസ് നാശത്തിന്റെ വക്കിൽ നിന്നും ആ 2 പെൺകുട്ടികൾ കനിക സിംഹയും മിത്രയും കൂടിയാണ് നോക്കി നടത്തുന്നത്. സഞ്ജീവ് പറഞ്ഞു. ഇങ്ങനെയായാൽ അവൻ അവരുടെ ബിസിനസ്സും തകർക്കും. ഒരുപാട് കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അതിപ്പോൾ ഈ കാണുന്ന നിലയിലേക്ക് കൊണ്ടുവന്നത്. ഇനിയും അവനെ വളരാൻ അനുവദിച്ചാൽ അത് ശരിയാവില്ല. ഇനി ആരുടെയും ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ അവന് ധൈര്യമില്ലാത്ത വിധം ആ അച്ഛനെയും മകനെയും തകർക്കണം. ശ്രീദേവ് പറഞ്ഞു. എന്താണ് ഇവിടെ പ്ലാനിങ്? മീറ്റിംഗിലാണോ? താഴെ നിന്നും ദക്ഷ വിളിച്ചു ചോദിച്ചു. അത് കേട്ട് ശ്രീകുട്ടി ചിരിച്ചു. ഞങ്ങളിതാ വരുന്നു എന്ന് പറഞ്ഞ് സഞ്ജീവും ശ്രീദേവും ഒരുമിച്ച് താഴേക്ക് നടന്നു. കൂട്ടത്തിൽ ചേരുമ്പോൾ അവരുടെ മുഖത്ത് ശാന്തത മാത്രമായിരുന്നു. ഇത്രയും നേരം ഉണ്ടായിരുന്ന മുറുകിയ മുഖഭാവങ്ങൾ അവരുടെ മുഖത്ത് 2 പേരുടെയും മുഖത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ കണ്ണുകളിൽ ഒരു തെളിച്ചമുണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം നാഗേന്ദ്രൻ കരുതുന്നത് താൻ 2 സാമ്രാജ്യങ്ങളെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നു എന്ന്. അതിലൂടെ പുതിയൊരു ബിസിനസ് സംരംഭം കെട്ടിപ്പടുത്താം എന്നാണ് അയാൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. വാഗമണ്ണിലെ റിസോർട്ടിൽ വൈകുന്നേരം മഞ്ഞ് പതുക്കെ വീണിറങ്ങുകയായിരുന്നു. മലകൾക്കിടയിൽ മഞ്ഞ് വീണ്ടും പടരാൻ തുടങ്ങി. കാറ്റിൽ തണുപ്പ് കൂടിയിരുന്നു. റിസോർട്ടിന്റെ തുറന്ന ഗാർഡനിൽ വിശ്വവും ദക്ഷയും ശ്രീകുട്ടിയും ഒത്തിരുന്ന് ചായ കുടിച്ചു സംസാരിക്കായിരുന്നു. ഇവിടുത്തെ കാറ്റിന് തന്നെ വേറെ ലെവലാണ് അല്ലേ? പറഞ്ഞുകൊണ്ട് ബാനു അങ്ങോട്ട് വന്നു. വിശ്വം ക്യാമറ എടുത്ത് അവരുടെ വീഡിയോ എടുക്കുകയായിരുന്നു. ഇതൊക്കെ പിന്നെ നോക്കുമ്പോൾ ഓർമ്മകളാകും, അവൻ പറഞ്ഞു. അവരുടെ ചിരിയും സംസാരവും നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ ഒരു നിമിഷം പോലും അവർക്ക് അറിയില്ലായിരുന്നു. മുകളിലെ റൂമിൽ 2 പേർ മറ്റൊരു കളി ആലോചിക്കുകയായിരുന്നു. റിസോർട്ടിലെ മുകളിലെ ബാൽക്കണിയിൽ സഞ്ജീവ് ലാപ്ടോപ്പ് തുറന്നിരുന്നു. സ്ക്രീനിൽ ഓഫീസ് സെർവർ ലോഗുകൾ തുറന്നിരിക്കുന്നു. ശ്രീദേവ് അടുത്ത് വന്ന് നിന്നു. എന്താണ്? അവൻ ചോദിച്ചു. സഞ്ജീവ് സ്ക്രീൻ തിരിച്ചു കാണിച്ചു. ഇവൻ നോക്കൂ, അവിടെ ചില അനധികൃത ആക്സസ് ശ്രമങ്ങൾ. ഓഫീസ് സെർവർ റൂമിലേക്ക് രാത്രി സമയത്ത് പലതവണ ലോഗിൻ ശ്രമങ്ങൾ നടന്നിരിക്കുന്നു. ഇത് നമ്മുടെ ആളുകളല്ല, സഞ്ജീവ് പറഞ്ഞു. ശ്രീദേവ് ശ്രദ്ധിച്ചു. നാഗേന്ദ്രൻ. സഞ്ജീവ് തല കുലുക്കി. അതെ, അവൻ ഓഫീസിൽ പോയത് വെറുതെയല്ല. അവൻ ഫോൺ എടുത്തു. അതിൽ സുരക്ഷാ ക്യാമറകളിൽ നിന്നും അയച്ച വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു. വീഡിയോയിൽ നാഗേന്ദ്രന്റെ സഞ്ജീവിന്റെ ക്യാബിനിൽ ചുറ്റി നടന്നത് വ്യക്തമായിട്ട് കാണാം. ഫയലുകൾ തുറക്കുന്നു, കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു, സെർവർ റൂമിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ ഓരോ തവണവും സുരക്ഷാ ലോക്ക് അവനെ തടയുന്നു. വീഡിയോ അവസാനിച്ചപ്പോൾ ശ്രീദേവ് മിണ്ടാതെ നിന്നു. കണ്ണുകളിൽ കോപം തെളിഞ്ഞിരുന്നു. ഇവനെ ഞാൻ ഇത്രയും കാലം സഹിച്ചത് തെറ്റായിരുന്നു, അവൻ പതുക്കെ പറഞ്ഞു. സഞ്ജീവ് ചിരിച്ചു. നീ സഹിച്ചത് ശരിയായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൻ തന്നെ തന്റെ കുഴി കുഴിക്കുകയാണ്. സഞ്ജീവ് ലാപ്ടോപ്പ് മറ്റൊരു ഫയൽ തുറന്നു. ഇത് നോക്ക്. അവിടെ IP ട്രാക്കിംഗ് റിപ്പോർട്ട്. നാഗേന്ദ്രന്റെ ആളുകൾ ഉപയോഗിച്ച സിസ്റ്റം, അവരുടെ നെറ്റ്വർക്ക്, അവരുടെ ലൊക്കേഷൻ വരെ രേഖപ്പെടുത്തിയിരുന്നു. അവൻ കരുതിയത് ഇത് ഒളിച്ചു ചെയ്യാമെന്നാണ്. ശ്രീദേവ് ചിരിച്ചു. പക്ഷേ അവൻ മറന്നു നീ സിസ്റ്റം ഒരുക്കിയ ആളാണ് എന്ന്. സഞ്ജീവ് തല കുലുക്കി. അവൻ എന്നെ സാധാരണ ബിസിനസ്മാൻ ആയി കരുതുന്നു. അത് തന്നെയാണ് അവന്റെ ഏറ്റവും വലിയ തെറ്റ്. അതേസമയം താഴെ ഗാർഡനിൽ ശ്രീകുട്ടി എല്ലാവരെയും വിളിച്ചു. വരൂ, ക്യാമ്പ് ഫയർ റെഡി. വിശ്വം ഗിറ്റാർ എടുത്തു. ഇന്നത്തെ രാത്രി സൂപ്പർ ആയിരിക്കും, ദക്ഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ ചിരിയും സംഗീതവും മലയിലൂടെ മുഴങ്ങി. ിൽ നിന്നും സഞ്ജീവ് അത് നോക്കി. ഒരു നിമിഷം അവന്റെ മുഖം ശാന്തമായി. നമ്മൾ ഇതൊക്കെ സംസാരിക്കുമ്പോൾ അവർ എത്ര സന്തോഷത്തിലാണ്, അവൻ പറഞ്ഞു. ശ്രീദേവ് അവനെ നോക്കി. അതിനാലാണ് നമ്മൾ ഈ കളി ജയിക്കേണ്ടത്. അവരുടെ ജീവിതത്തിലേക്ക് ഇത്തരം ആളുകൾ കടക്കാൻ പാടില്ല. അവിടെ നിന്നും ശ്രീകുട്ടി വിളിച്ചു. സഞ്ജു, ശ്രീദേവ്, എന്താ അവിടെ? ഒരു മീറ്റിംഗ്. സഞ്ജീവ് ചിരിച്ചു. വരാം. പക്ഷെ അവൻ താഴേക്ക് പോകാൻ കുറച്ച് മടിച്ചു. ശ്രീദേവ് അത് ശ്രദ്ധിച്ചു. എന്താ? അവൻ ചോദിച്ചു. സഞ്ജീവ് ശാന്തമായി പറഞ്ഞു. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും ഈ പ്രശ്നങ്ങളെല്ലാം അവരിലേക്ക് എത്തുമോ എന്ന്. ശ്രീദേവ് ചിരിച്ചു. അതൊരിക്കലും സംഭവിക്കില്ല. അവൻ സഞ്ജീവിന്റെ തോളിൽ കൈവച്ചു. കാരണം നാം ഇരുവരും ഉണ്ടല്ലോ. അവസാനം ശ്രീദേവ് നേരെ താഴേക്ക് നടന്നു. ക്യാമ്പ് ഫയർ അടുത്തെത്തി. എന്താ സഞ്ജു, ഇവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കുന്നു, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ നേരെ സഞ്ജീവിന്റെ കൈ പിടിച്ചു. വാ. സഞ്ജീവ് ചിരിച്ചു. അവനെ കൂട്ടത്തിലേക്ക് എത്തിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു.
അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.